നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്ന നാളെ 1201 മിഥുനമാസം 1-ാം തീയതി, അതായത് 2026 ജൂൺ മാസം 16-ാം തീയതി മംഗളവാരം ചൊവ്വാഴ്ച. നാളെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, 3 മുതൽ 4:30 വരെയുള്ള സമയം. നാളെ മിഥുനമാസം 1-ാം തീയതിയാണ്. ചില പഞ്ചാംഗങ്ങളിൽ മിഥുനമാസം 2-ാം തീയതി എന്നും നിങ്ങൾക്ക് കാണാം. പക്ഷേ ദൈവജ്ഞ പരിഷത്ത് ഞങ്ങളുടെ സംഘടനയുടെ പഞ്ചാംഗപ്രകാരം ഇടവമാസം 32-ാം തീയതി വരെയുണ്ട്. നാളെ മിഥുനം 1-ാം തീയതിയാണ്. നാളെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:07 അസ്തമയം വൈകിട്ട് 6:44 നാളെ ചൊവ്വാഴ്ചത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ്. അമാവാസി കഴിഞ്ഞ് 2-ാമത്തെ ദിവസമാണ്. ചന്ദ്രൻ വെളുത്തപക്ഷം 5-ാം തീയതി വരെ വലിയ ബലവാൻ അല്ല, എങ്കിലും ചന്ദ്രൻ ബലവാനായി വരികയാണ്. ദ്വിതീയ തിഥിയാണ്. നാളത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര വിദ്യാദാനത്തിന് ഏറ്റവും നല്ല നക്ഷത്രമാണ്. നാളെ ഹരിശ്രീ കുറിക്കുവാനൊക്കെ നല്ല ദിവസമാണ്. പക്ഷേ ചൊവ്വാഴ്ചയായതിനാൽ അധിക ജ്യോതിഷികൾ ഉപദേശിക്കുന്നു. യഥാർത്ഥത്തിൽ ചൊവ്വയ്ക്ക് ഉപദേശ മന്ത്ര കുശലേഹി ഉപദേശിക്കുവാനുള്ള പവർ, അധികാരം ചൊവ്വയ്ക്കുണ്ട്. എങ്കിലും നമ്മുടെ ജ്യോതിഷികൾക്ക് ഭയമാണ് ചൊവ്വയെ. ഏതായാലും നാളെ ഒരു പുത്തൻ മാസാരംഭമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ധർമ്മദേവ സങ്കേതങ്ങളിലൊക്കെ പോയി അവിടെ ധർമ്മദൈവങ്ങൾക്ക് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുക. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ഭദ്രകാളിക്ക് ഏറ്റവും ശക്തമായ ദിനമാണ്. തിരുവാതിര ശിവൻ്റെ നക്ഷത്രവുമാണ്. തിരുവാതിര നക്ഷത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം നാഗമാകുന്നു. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും വഴിപാടുകൾ ചെയ്യാം. ചൊവ്വാഴ്ചയാണ്, തിരുവാതിര നക്ഷത്രമാണ്. അതിനാൽ ഓം ഭജത് ഭുവേ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. ഏതാനും ദിവസങ്ങൾക്കകം ഷഷ്ഠി തിഥി നമുക്ക് വരുന്നുണ്ട്. അതിന് പുറമെ നാഗക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ അനുകൂലമാണ്. കേരളത്തിന് വെളിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അവിടെ സർപ്പസങ്കേതത്തിൽ രാഹുകേതു അർച്ചന നവഗ്രഹങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തിരുവാതിര നക്ഷത്രം വൈകിട്ട് 4:30 വരെയാണുള്ളത്. അതിനുശേഷം പുണർതം നക്ഷത്രമായി കഴിഞ്ഞു. അതിനാൽ ശുഭകാര്യങ്ങൾക്ക് വേണമെങ്കിൽ നാളെ വൈകിട്ട് 4:40 മുതൽ 5:30 വരെയുള്ള സമയം സ്വീകരിക്കാവുന്നതാണ്. സ്ഥിരരാശിയാണ്, വൃശ്ചികൻ രാശിയാണ് അപ്പോൾ വരുന്നത്. വൈകിട്ട് ഈ ഒരു സമയം എല്ലാ വിഷയങ്ങൾക്കും സംസാരിക്കാൻ വളരെ അനുകൂലമാണ്. ഭൂമിപരമായ വിഷയത്തിലൊക്കെ സംസാരിക്കുവാൻ ചൊവ്വാഴ്ച നല്ലതുമാണ്. മേൽപ്പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.